ലാസ്റ്റ് മന്ത് ഇരവൈപ്പുറം സ്റ്റേഷനിൽ നമ്മൾ 90 ഗ്രാം MDMA ആയിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിലേക്ക് അന്വേഷണം പുരോഗമിച്ചിട്ട് ഇപ്പം സോഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സോഴ്സ് ഒരു നൈജീരിയൻ നാഷണാലിറ്റിയിലുള്ള സോളമൻ എന്നുള്ള ആളാണ്. ഹീസ് ഓപ്പറേറ്റിംഗ് ഫ്രം ഡൽഹി. ഈ ഡൽഹിയിൽ 562 ക്രൈം നമ്പർ കേസിലെ പ്രതി ഡൽഹിയിൽ പോയി ഫ്ലൈറ്റിലാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വാങ്ങിച്ചത് ഈ പറഞ്ഞ സോളമന്റെ കയ്യിൽ നിന്നാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നൈജീരിയയിൽ ഇരുന്നിട്ട് ഉള്ള ഒരു ഡ്രഗ് ലോഡാണ് അവിടെ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് വ്യാപകമായിട്ട് ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിലെ ഒരു മെയിൻ സപ്ലയറിനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അന്വേഷണം ഇനിയും ഫർദർ ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലങ്ങളും എവിടെയൊക്കെ ആരൊക്കെയാ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഇനി നമ്മൾ അന്വേഷിച്ചു വരികയാണ്. അയാൾ ഇന്ത്യയിൽ വന്നിട്ട് 1 വർഷവും 3 മാസവും ആയിട്ടുണ്ട്. ഇയാൾ വന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇയാളൊരു പ്രോഡക്റ്റിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇടാനാണ് വന്നിരിക്കുന്നത്. അയാൾക്ക് പാസ്പോർട്ട് ലോസായി അയാൾ അത് റിപ്പോർട്ട് പോലും ചെയ്യാതെയാണ് ഇല്ലീഗലിയാണ് ഇവിടെ ഓവർസ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് ഡൽഹിയിൽ. അത് അവര് താമസിക്കുന്നത് ഈ പറഞ്ഞ താമസിക്കുന്ന ഇടങ്ങളിൽ സെർച്ച് ഒന്നുമില്ല. അവര് പാസ്പോർട്ട് ഇല്ലാതെയാണ് താമസിക്കുന്നത്, അതിന്റെ സെർച്ച് ഇല്ല. അങ്ങനത്തെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് മാക്സിമം ഇവര് പിടിച്ചാൽ തന്നെ ഡീപ്പോർട്ടേഷൻ ആവുന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ കേസിലെ തന്നെ പ്രതി എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, അയാൾ ഇവരുടെ കയ്യിൽ നിന്ന് എത്ര പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം അന്വേഷിക്കുന്നുണ്ട്. കൂടെ ആൾക്കാർ ഇനി നമ്മൾ അന്വേഷിച്ചു വരുന്നുണ്ട് ആരൊക്കെയാ ഉള്ളത്. ഈ ഓപ്പറേഷൻ ഒരുപാട് റിസ്കി ആയിരുന്നു. നവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. അത് മാത്രമല്ല അവിടെ ഇവനെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കിലും പോലീസിനെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനെ പിടിച്ചുകൊണ്ട് പോവാണ് കിഡ്നാപ്പേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് സീനൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ്. സോ പോലീസ് നമ്മുടെ ടീം രാജീവ് ഹാസ് ലെഡ് SHO ആൻഡ് നല്ല ഒരു സാഹസികമായിട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അവന് ഒന്നാമത്തെ ലാംഗ്വേജിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ വി ഹാവ് ഓഫേർഡ് ദാറ്റ് നമ്മൾ ട്രാൻസ്ലേറ്ററിനെ വരുത്തിയിട്ട് വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. ബട്ട് ഒരു ലെവൽ കഴിഞ്ഞിട്ട് ഹി ഈസ് നോട്ട് കോപ്പറേറ്റിംഗ്. സോ വിൽ ഗെറ്റ് മോർ. അത് ആസ് പെർ പ്രൊസീജിയർ വിൽ പ്രൊസീഡ്. ഡൽഹി പോലീസ് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു? അത് നമ്മുടെ പോലീസിന്റെ മാത്രം ഒരു ഓപ്പറേഷൻ ആയിരുന്നു? ഇത് നമ്മുടെ പോലീസിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഒരു കാര്യം, സാധാരണ ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും ഈ MDMA കേസ്. അതെ. സോ നൗ വിൽ ഫോക്കസ് ഓൺ ഡൽഹി ഓൾസോ. നമ്മൾ ഇനി ഡൽഹിയിലും ഇതിന്റെ ഒറിജിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ കേസിൽ തന്നെ നമുക്ക് ഒരുപാട് അന്വേഷിക്കാൻ പറ്റും. ഡൽഹിയിൽ എവിടെയൊക്കെയാ ഇത്. മലയാളി ആയിട്ട് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. കേരളത്തിൽ വന്നിട്ടുണ്ടോ ഈ ഇതുമായി ബന്ധപ്പെട്ട്? ഇല്ല. ഹി ഹാസ് നോട്ട് ട്രാവൽഡ് ഔട്ട് ഓഫ് ഡൽഹി. നമുക്ക് ഇപ്പം പ്രിലിമിനറി ആണ് ഇതെല്ലാം. സോ വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഇടപാട് നടത്തിയിരുന്നത്? എങ്ങനെയാണ് ഈ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അതിപ്പോ ഞങ്ങൾ അന്വേഷിച്ചു വരാണ്. ഈ ഷിജുവിനെ പിടിച്ചതാണോ ഇതിലൊരു ടേണിംഗ് പോയിന്റ് ആയത് മാർച്ച് 11-ന്? അതെ. അതാണ് കേസ് 562. അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും ഇത് ഇൻവെസ്റ്റിഗേഷനിൽ. അത് അന്വേഷിച്ചു വരികയാണ്. കസ്റ്റഡിയിലുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ കേസിലും സോഴ്സിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് തന്നെ എല്ലാ കേസിലും സോഴ്സ് ആരാണ്, ആർക്കാണ് പൈസ അയച്ചു കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം എല്ലാ കേസിന്റെ ഭാഗമാണ്. സോ വി ആർ ഐഡന്റിഫൈങ് ദ സോഴ്സ് ഇൻ ഓൾ കേസസ്. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം നമ്മുടെ എക്സൈസിന്റെ ഒരു ഉദ്യോഗസ്ഥരെ കാറടിച്ചിട്ട് വീട്ടിൽ ഒരു പ്രതി രക്ഷപ്പെട്ടു. ഇതുവരെ പിടികൂടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ പോലീസ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല. കിഴക്കല്ലൂർ സ്റ്റേഷൻ പരിധി വരുന്നു. പോലീസ് അതിന്റെ അന്വേഷണം 307 കേസ് 109 BNS കേസ് എടുത്തിട്ടുണ്ട്. വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്.
ഇല്ല എന്നുള്ളൊരു ഇത് രാഷ്ട്രീയ സമ്മർദ്ദമാണ് നടക്കും ആരോപണം ഉണ്ടാകും. അതൊക്കെ ഇറ്റ്സ് ഓൾ ഇമാജിനേഷൻ. ഓക്കെ, താങ്ക് യു.